അങ്ങനെ നിധിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. അവള് പ്രീ KG തന്നെയാണ് ഈ പ്രാവശ്യം. LKG ആയിട്ടുള്ള പ്രായമായിട്ടില്ല മോദിക്ക്. അപ്പൊ രാവിലെ തന്നെ ദേവിയും സ്കൂളിൽ പോവാണ്, ഞാൻ നിധിയും സ്കൂളിൽ പോകണം. അപ്പൊ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ നിധി സ്കൂളിൽ പോകല്ലേ. അതിന്റെ സ്നേഹപ്രകടനമൊക്കെ ആണെങ്കിൽ യൂണിഫോം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ കെട്ടി ഒരുങ്ങി സുന്ദരി തരുണിമണി ആയിട്ടാണ് ഇറങ്ങുന്നത്. എന്താ പറയാ, സ്കൂളിലേക്കൊക്കെ പോകല്ലേ. ഉണ്ണിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ദേവയുടെ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാ LKG ഫസ്റ്റ് കയറിയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉണ്ണിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു നിധിയുടെ വരുന്നത്. അപ്പൊ വരാൻ പറ്റിയില്ല. ഇതാണ് സ്കൂള്, നല്ല അടിപൊളി സ്കൂളാണ്. ഇവിടെ ICSE സിലബസ് ഒക്കെയാണ്, എനിക്കറിയില്ല അതെങ്ങനെ അവള് ശരിയാവും. ഗ്രാജുവലി ചിലപ്പോൾ പോകെ ശരിയാവും, എല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പൊ പിന്നെ അവൾക്ക് ഈ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല. ഇനി അടുത്ത വർഷം ആൾ LKG ഇരുത്താൻ തന്നെയാണ്. ദെൻ അവിടെ ചെന്ന സമയത്ത് തന്നെ സ്വീകരണമായിട്ട് ഒരു ബലൂണൊക്കെ കൊടുത്ത് സെറ്റാക്കി പിള്ളേർ സെറ്റ്. ഇതാണ് ക്ലാസ് റൂം കേട്ടോ. ദെൻ അവിടെ ചെന്നപ്പോഴേക്കും ആൾക്ക് വേണ്ടത് സ്നാക്സും വാട്ടർ ബോട്ടിൽ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ എനിക്ക് യൂണിഫോം കിട്ടിയ സമയത്ത് എനിക്ക് ഇത്ര ഭംഗി ഉണ്ടാവുന്നറിയില്ല. പക്ഷെ എനിക്ക് യൂണിഫോം ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് വാശി പിടിച്ച് പാർക്ക് കണ്ട പിന്നെ മറ്റെന്താ പറയാ, കുട്ടിക്ക് മറ്റേ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. കുട്ടി പാർക്കിക്ക് കൂടി കുറച്ച് നേരം മറ്റേ ഉരുണ്ടും സോസൊക്കെ കളിച്ച് പോന്നു. പിന്നെ അവര് മറ്റേ മുകളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള അവിടേക്ക് പോകണം. അവർ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ഓഡിറ്റോറിയം വരുന്നുണ്ടായിരുന്നു. അവിടെ പിള്ളേരുടെ ഡാൻസ്, പാട്ട്, പ്രസംഗം അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കയറി ചെന്നപ്പോഴേക്കും പിള്ളേർക്ക് അറിയാലോ, അവരുടെ പ്രായം അറിയാലോ. അപ്പോൾ കയറി ചെന്നപ്പോഴേക്കും ചോക്ലേറ്റ് കൊടുത്തു. നിധി ഒന്നുകൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല. നിധി ഇത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു ഓടി. ഞാൻ ആദ്യം ഓടി, പിന്നെ പിന്നാലെ ഓടി അവൾ വീണ്ടും മേടിച്ചു. പിന്നെ പിള്ളേരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ കലാപരിപാടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കുറേ ഡാൻസ്, നന്നായിട്ടുള്ള എന്താ പറയുക, ഡാൻസുകൾ കുഞ്ഞു കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ആക്ച്വലി ഞാൻ ടൈം കിഡ്സ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ ഇറങ്ങി. പിന്നെ അവൾക്ക് വാശി അവൾക്ക് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യണം. അപ്പോൾ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യാൻ പകുതിയോളം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം 37 പറയുന്ന സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യണം. പിന്നെ ഞാൻ ആ വാശിക്ക് കൂട്ടുന്നില്ല. താഴത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആൾ ഭയങ്കര ബഹളമായിരുന്നു, കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ തൊട്ടുമുട്ടി ഉമ്മയൊക്കെ കൊടുത്ത് സ്നാക്സ് ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. സോ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം.